ഇനി അടുത്തത് ഷി ക്വിക്ലി ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് എന്നുള്ളത് നമുക്ക് കാണുമ്പോഴേ അറിയാം LY ഉണ്ട്, അതുകൊണ്ട് ആഡ്വർബാണ്. പിന്നെ ഫിനിഷ്ഡ് അതായത് ആ ചെയ്യുന്ന ഡ്യൂട്ടിയെ ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്നതിനെ എംഫസൈസ് ചെയ്യുന്നതാണ് ക്വിക്ലി എന്ന് പറയുന്നത്. സോ അത് ആഡ്വർബാണ്. അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഇനി അടുത്തത് ദ ഡിസിഷൻ വാസ് ടേക്കൺ ബൈ എ പാനൽ ഓഫ് എക്സ്പേർട്സ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിസിഷൻ എടുക്കുന്നത് ഒരു പാനൽ ഓഫ് എക്സ്പേർട്സുകൾ ചേർന്നാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഡിസിഷൻ ആണ് എടുക്കുന്നത്. ആ ഡിസിഷൻ എടുക്കുന്നത് ആരാണ്? ആ പാനൽ ഓഫ് എക്സ്പേർട്സ് ആണ്. അപ്പൊ ഈ പാനൽ ഓഫ് എക്സ്പേർട്സിനെ എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? നൗൺ ആണ്. അതായത് ഒരു പാനൽ ഓഫ് എക്സ്പേർട്സ് ഒരു ഡിസിഷൻ എടുക്കുന്നു എന്ന് നമുക്ക് സെന്റൻസ് ആയിട്ട് എഴുതിക്കൂടെ? നേരെ തിരിച്ചു എടുക്കാം. ദ പാനൽ ഓഫ് എക്സ്പേർട്സ് ടേക്ക് എ ഡിസിഷൻ എന്നും എഴുതിക്കൂടെ? അങ്ങനെ എഴുതാം. അപ്പോൾ പാനൽ ഓഫ് എക്സ്പേർട്സ് എന്താണ്? നൗൺ ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ നൗണിനെ അവസാനം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് കരുതി അത് നൗൺ ആകണം എന്നില്ല. ആദ്യം ഉള്ളത് മാത്രമേ നൗൺ ആകൂ എന്ന് ചിന്തിക്കരുത്. ഇവിടെ ഇതിനെ ആദ്യം കൊണ്ടുവന്നാലും, പാനൽ ഓഫ് എക്സ്പേർട്സിനെ ആദ്യം കൊണ്ടുവന്നാലും സെന്റൻസിന് വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ ഡിസിഷൻ എടുക്കുന്നത് ആരാണ്? പാനൽ ഓഫ് എക്സ്പേർട്സ് ആണ്. അപ്പോൾ പാനൽ ഓഫ് എക്സ്പേർട്സ് ആസ് എ നൗൺ എന്ന് പറയാൻ പറ്റും. ഇനി അനു ഓൾവേസ് വർക്ക് ഓൺ സൺഡേ എന്നുള്ളതാണ്. അപ്പോൾ അനു വർക്ക് ചെയ്യുന്നത് എല്ലായ്പ്പോഴും സൺഡേസിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വർക്കിനെ എംഫസൈസ് ചെയ്യുന്നതാണ് ഓൾവൈസ് എന്ന് ഉള്ളത് അല്ലെ. വർക്കിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾവേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സോ ആൾവേസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ ആഡ്വർബ്. അതൊരു ആഡ്വർബാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ പറഞ്ഞു LY ചേർന്ന് വരുന്നത് മാത്രമേ ആഡ്വർബ് ഉള്ളൂ എന്ന് ചിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഓൾവേസിലൊന്നും എപ്പോഴും LY ചേർന്ന് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് എന്തായിട്ട് വിചാരിക്കരുത്? ആഡ്വർബ് അല്ല എന്ന് വിചാരിക്കരുത്. ഓക്കെ. വെദർ വാസ് എക്സ്ട്രീംലി കോൾഡ് എന്നുള്ളതാണ്. വെദർ വാസ് എക്സ്ട്രീംലി കോൾഡ്. അപ്പൊ നമുക്കറിയാലോ എക്സ്ട്രീംലി കോൾഡ് എന്ന് പറയാണ്. അപ്പൊ എന്താണ്? അത് ആഡ്വർബ് ആണ്. ഓക്കെ ആണല്ലോ.